മത്തായിയുടെ സുവിശേഷം 11:23 നീയോ കഫർന്നഹൂമേ, നീയോ കഫർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? നീ പാതാളം വരെ താണുപോകും. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോദോമിൽ നടന്നിരുന്നുവെങ്കിൽ, സോദോമിലോ വല്ല സോദോം ഗൊമോറയിലൊക്കെ നടന്നിരുന്നെങ്കിൽ അത് ഇന്നുവരെ നിലനിൽക്കുമായിരുന്നു. അത്ഭുതങ്ങൾ. എന്നാൽ ന്യായവിധി ദിവസത്തിൽ നിന്നേക്കാൾ സോദോമ്യരുടെ നാട്ടിൽ സഹിക്കാതാവും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്ന സ്ഥലമാണ് ബത്സയിദ, ഖോറസീൻ, കഫർന്നഹൂം. പത്രോസിന്റെ അമ്മായിയമ്മയെ സൗഖ്യമാക്കിയതും 5000-ങ്ങളെ 5 അപ്പം 2 മീൻ കൊണ്ട് പോഷിപ്പിച്ചതും, രക്തസ്രാവക്കാലത്ത് യേശു കർത്താവിനെ തൊട്ടപ്പോൾ സൗഖ്യമായതും, യായിറോസ് പള്ളിപ്രമാണിയുടെ മരിച്ച മകളെ ഉയർപ്പിച്ചതും, യേശു കർത്താവ് കടലിലൂടെ നടന്നതും, യേശു കർത്താവ് ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടിയതും, അല്ലെങ്കിൽ ഒരുത്തനെ പ്രാർത്ഥിച്ചപ്പം മരം പോലെ കാണാം എന്ന് പറഞ്ഞിട്ട് 2 ട്രിപ്പിൽ പ്രാർത്ഥിച്ച് സൗഖ്യമായതും, ഒരുപാട് ഭൂതങ്ങൾ വിട്ടുപോയതും, ബാല്യക്കാരൻ എന്നെ സൗഖ്യമാക്കാൻ വീട്ടിലേക്ക് വരണമെന്ന് ശതാധിപൻ വിളിച്ചതും, ഈ സ്ഥലങ്ങളെല്ലാം ഈ കഫർന്നഹൂമും ബത്സയിദയും ഖോറസീനുമാണ്. ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നത് ബത്സയിദയിലും കഫർന്നഹൂമിലുമാണ്. അപ്പോൾ ഇവിടെയൊക്കെ നടന്ന അത്ഭുതങ്ങൾ ജാതികളുടെ പട്ടണമായിരിക്കുന്ന സീദോൻ സോർ, അവിടെ വെച്ചിട്ടാണ് ഒരു കനാനിയ സ്ത്രീ യേശു കർത്താവിനെ കാണാൻ ചെല്ലുകയും മക്കളുടെ അപ്പം എടുത്തിട്ട് പട്ടിക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിയല്ലെന്ന് യേശു കർത്താവ് പറഞ്ഞ ആ സാഹചര്യങ്ങളൊക്കെ സോദും സീദോനുമാണ്. അത് നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ അറിയാം. അത് ജാതികളുടെ ഒരു ടെറിട്ടറിയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ കാര്യം യേശു കർത്താവ് തന്നെ പറയുകയാണ്, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ ജാതികളുടെ പട്ടണത്തിലൊക്കെ നടന്നിരുന്നെങ്കിൽ അവരെന്നോ മാനസാന്തരപ്പെടുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ കേട്ടതുപോലെ സൈന്യത്താലല്ല ശക്തിയാലുമല്ല, യഹോവയുടെ ആത്മാവിനാൽ എന്നുള്ളൊരു മെസ്സേജിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ച നാട്ടിൽ അത്രയും ജനം കണ്ടിട്ട് യേശു കർത്താവ് ലാസറിനെ വിളിക്കുന്നത് കാത്തുനിന്ന് യേശു കർത്താവ് വിളിച്ച ഉടനെ തന്നെ ആ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റ് 4 ദിവസം കഴിഞ്ഞ മനുഷ്യൻ, മരിച്ച് 4 ദിവസം കഴിഞ്ഞ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റത് കണ്ടു നിന്നവർ കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടിച്ചു. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെല്ലാം നിന്റെ കൂടെ ഞാനും വരാം എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മൾ കണ്ടു. യേശു കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടെ നടന്നവർ, നേരിട്ട് കണ്ടവർ, യേശു കർത്താവ് സംസാരിക്കുമ്പോൾ ഏലിയാവും മോശയൊക്കെ വന്ന് ഇറങ്ങിയ തേജസ് കണ്ടവർ, ഇവരൊക്കെ യേശു കർത്താവിൻ്റെ കൂടെ നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് അത്ഭുതവും കടലിനെയും കാറ്റിനെയൊക്കെ ശാന്തമാക്കുന്നത് കണ്ടപ്പോൾ ഈ കടലിനെയും കാറ്റിനെയും ഇങ്ങനെ ശാന്തമാക്കുന്ന ഈ വ്യക്തി ആരാണ് എന്നവർ തമ്മിൽ ചോദിച്ചു. യേശു കർത്താവ് എക്സ്റ്റേണൽ ജീസസ് ആൻഡ് ഇൻറ്റേർണൽ ജീസസ് എന്നായിരുന്നു ലാസ്റ്റ് സൺഡേ നമ്മൾ നിർത്തിയത്. അപ്പോൾ ഒരു എക്സ്റ്റേണലായിട്ട് യേശു കർത്താവിനെ ഇവർ കണ്ടു. യേശു കർത്താവ് ഒരിക്കലും ദൈവപുത്രനായിട്ട് ഭൂമിയിൽ വന്നിട്ടില്ല, മനുഷ്യപുത്രനായിട്ടാണ് വന്നത്. ദൈവപുത്രനായിട്ടാണ് വന്നിരുന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കേണ്ട കാര്യം യേശു കർത്താവിനില്ലായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചിട്ടാണ് യേശു കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ ചെവി തുറക്കുന്നു, കണ്ണ് തുറക്കുന്നു, ഭൂതങ്ങൾ യേശു കർത്താവിനെ കാണുമ്പോൾ അലറുന്നു. ഒരു വാക്കിൽ കാറ്റിനെയും പ്രകൃതിയെ മുഴുവനും ശാസിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും, കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ വെള്ളത്തോട് കൽപ്പിച്ചപ്പോൾ വെള്ളം വീഞ്ഞാകും. ഇതൊക്കെ കണ്ടവർ, കൂടെ നടന്നവർ, ഞാനും നിങ്ങളുമായിരുന്നു അന്നത്തെ കാലത്ത് ഇത് കണ്ടിരുന്നെങ്കിൽ അന്ന് നമുക്കെന്താകുമായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു. അതിനെ കൂടെ നടന്നവരൊക്കെ ഒക്കെ ഇതൊരു അത്ഭുതമായിട്ടേ തോന്നിയിട്ടുള്ളവരൊക്കെ ഒരു എക്സ്റ്റേണൽ ജീസസ്, അതിൽ കൂടുതലൊന്നും അവർ യേശുവിനെ മനസ്സിലാക്കിയില്ല. യേശു കർത്താവിനെ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നാട്ടുകാർക്ക് എന്നെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവിനെക്കുറിച്ച് അവർ പറഞ്ഞത് യിരെമ്യാവാകുന്നു, ഏലിയാവാകുന്നു, എലീശയാകുന്നു, എന്തിനധികം ഏതെങ്കിലും ഒരു പ്രവാചകനാകാം, ഇല്ലെങ്കിൽ മരിച്ച യോഹന്നാൻ്റെ 2ാം അവതാരമാകാം, അല്ലെങ്കിൽ
അവർക്ക് തോന്നിയതെല്ലാം അവർ വിളിച്ചു പറഞ്ഞു. അപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞത്, ഇതൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നീ സാക്ഷാൽ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞൊരു വ്യക്തി അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പത്രോസാണ്. ഇതേ പത്രോസാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ യേശു കർത്താവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞ് മാറിയതും ഇതേ പത്രോസാണ്. അപ്പോൾ വെളിപ്പാട് കിട്ടാത്തവനും കിട്ടിയവനും വരെ യേശു കർത്താവിനെ തള്ളിയും. ക്രൂശീകരണ സമയത്ത് പോട്ടെ, യേശു കർത്താവ് കഴുതപ്പുറത്ത് വരുന്ന സമയത്ത് ഹോസാന ഹോസാന എന്ന് പാടി സങ്കീർത്തനത്തിലുള്ളതിൻ്റെ നിവർത്തീകരണമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. പക്ഷേ ആ സമയത്ത് ആ ഹോസാന പാടിയവരാണ് ക്രൂശീകരണ സമയത്ത് യേശുവിനെ ക്രൂശിക്കാമെന്ന് പറഞ്ഞവർ. അപ്പോൾ യഥാർത്ഥമായി ഇവർ യേശുവിനെ അറിഞ്ഞതോ യേശുവിനെ സ്നേഹിച്ചതോ ചെയ്തവരല്ല. അപ്പോൾ യേശു കർത്താവിൻ്റെ കൂടെ നടന്നവരും യേശു കർത്താവിനെ കണ്ടവരും യേശു കർത്താവിൽ നിന്ന് കേട്ടവരും യേശു കർത്താവിൽ നിന്ന് അനുഭവിച്ചവരും യേശു കർത്താവിൽ നിന്ന് വിടുതലും ശക്തിയൊക്കെ പോകുന്നതും വിടുവിക്കപ്പെടുന്നതൊക്കെ കണ്ടിട്ടും അവർ യേശുവിനെ തള്ളി. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ സമയത്ത് അന്ത്രയോസില്ല, പത്രോസില്ല, മറ്റുള്ള ശിഷ്യന്മാരില്ല, മത്തായിയില്ല, ഇവരാരുമില്ലായിരുന്നു. ഇവരെവിടെ പോയി? അവർക്കൊക്കെ ജീവനിൽ കൊതിയുണ്ടായിരുന്നു, അവരെല്ലാം മാറി. യഥാർത്ഥമായി യേശു ആണെന്ന് കണ്ടിട്ട് യേശു കർത്താവിൽ നിന്ന് പുരുഷാരം മുഴുവനും ഈ യേശു കർത്താവിൻ്റെ മെസ്സേജ് മുഴുവനും കേട്ടിട്ട് ഞങ്ങൾക്കിത് മനസ്സിലാക്കുന്നില്ല. യേശു കർത്താവ് പറഞ്ഞു, ഇതെൻ്റെ മാംസമാകുന്നു, ഇതെൻ്റെ ശരീരമാണ്, അതെൻ്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞ് കർത്തൃമേശയെക്കുറിച്ചൊക്കെ യേശു കർത്താവ് സംസാരിച്ചപ്പോൾ ഇത് കഠിനവാക്ക് ഇതാർക്ക് ഗ്രഹിക്കാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് യേശു കർത്താവ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ വരെ യേശു കർത്താവിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോയി. യേശു കർത്താവ് സദൂക്യരോട് സംസാരിക്കുന്ന സമയത്ത് യേശു കർത്താവ് സംസാരിച്ച വീടിൻ്റെ മേൽക്കൂര തുറന്നിട്ടൊരു പക്ഷപാതക്കാരനെ നേരിട്ട് ഇറക്കിയിട്ട് അവൻ സൗഖ്യമായി നടന്നു പോകുന്നത് കണ്ടിട്ടും ഒരുത്തനൊരു മാനസാന്തരം വന്നില്ല. 38 വർഷം കുളക്കരയിൽ കിടന്ന ഒരുത്തനെ അവനോട് കിടക്കെടുത്ത് നടക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ഓടി. ആ വ്യക്തി അന്ന് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ യേശു കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ സൗഖ്യമായവൻ തന്നെ യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തത്. അവനാണ് എന്നെ സൗഖ്യമാക്കിയത്, അവനെ പോയി പിടിച്ചോളാൻ പറഞ്ഞതും ഈ സൗഖ്യമായ വ്യക്തിയാണ്. ഇത്രയേ ഉള്ളൂ യേശു കർത്താവിനോടുള്ള സ്നേഹം. യേശു കർത്താവ് 40 മെസ്സേജുകൾ പറഞ്ഞു. അത് മൊത്തം ഒരു രാജ്യത്തെക്കുറിച്ചായിരുന്നു. വളരെ സിമ്പിളായിരിക്കുന്ന അന്നത്തെ കാലഘട്ടങ്ങളിൽ അന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള എക്സാമ്പിൾ എടുത്തിട്ട് യേശു കർത്താവ് സംസാരിച്ചപ്പോൾ അതിൽ കൂടുതലൊന്നും ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഞാനിവിടെ നിന്നാൽ സഭ എസ്റ്റാബ്ലിഷ് ആകത്തില്ല. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കൂടുതൽ എന്നിൽ നിന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കത്തില്ല. പക്ഷെ ഞാൻ പോകേണ്ടത് ആവശ്യം. ഞാൻ പോയാൽ എന്നേക്കാൾ ഉത്തമൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പലർക്കും അറിയത്തില്ല. പരിശുദ്ധാത്മാവ് വരുന്നത് വെറും ശക്തിക്കും വെറും അധികാരം തരുവാനല്ല. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമ്പോൾ നിനക്ക് ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വാക്യമേ പലർക്കും അറിയത്തുള്ളൂ. അതുകൊണ്ട് ശരീരം വിറപ്പിച്ചിട്ടും ആമേൻ ചാടിയും ഓടിയൊക്കെ ശക്തിയെ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ പരിശുദ്ധാത്മ അതുക്കും മേലെ. ഹല്ലേലൂയ. ആ ലെവലൊന്നും അല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ കുറിച്ചിട്ടല്ലാതെ എനിക്കിന്ന് പ്രസംഗിക്കാൻ കഴിയത്തില്ല. ഞാനിന്ന് പറഞ്ഞു, ഞാൻ വളരെ കത്രമേശയും ഈ ബ്ലെസ്സിങ് പ്രെയറൊക്കെ ഉള്ളത് കൊണ്ട് കൺട്രോൾ ചെയ്താണ് ശുശ്രൂഷിക്കുന്നത് പറഞ്ഞു. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചാൽ ഒരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവനെക്കുറിച്ച് തൊട്ടാൽ പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ. ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് തൊട്ടാലും അങ്ങനെ തന്നെയാണ്. ഇന്ന് ഡീമനോളജിയാണ് ഞാൻ തൊട്ടതെങ്കിൽ, പിശാചിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിൽ, നിങ്ങൾ ഉറക്കത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നതും നിങ്ങളെ ജീവിതത്തെ മുഴുവൻ ഇല്ലായ്മയാക്കുന്നതും ചെയ്യുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ബൈബിളിൽ എന്ത് പറയുന്നു എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ 100% പിശാചികൾ ഇളകും. അപ്പോൾ ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ്. പക്ഷെ അതിലേറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പോകാഞ്ഞാൽ അവൻ വരികയില്ല. അവൻ വന്നാൽ, പരിശുദ്ധാത്മാവ് വന്നാൽ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാത്തത് നിനക്ക് അവൻ വന്നാൽ മനസ്സിലാക്കി തരും. ആമേൻ. ലൂക്കോസിൻ്റെ യോഹന്നാൻ സുവിശേഷം 14-ലും 13-ലും 15-ലും 16-ലും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞത്. അത് പറഞ്ഞതിൻ്റെ ഒറ്റ കാര്യം, ആമേൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് അല്ലോസ് പാരാക്ലീറ്റോസ് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലോസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു എന്നുള്ള വേർഡിന് ഗ്രീക്ക് ഭാഷയിൽ
രണ്ട് സ്ഥലത്ത് മറ്റൊരു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൗലോസ് ഗലാത്യർക്ക് ലേഖനത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ സുവിശേഷത്തിൽ നിന്ന് മാറി മറ്റൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോയോ എന്ന് പൗലോസ് ചോദിക്കുന്നുണ്ട്. അവിടെ മറ്റൊരു എന്നുണ്ട്. അവിടെ ഹിട്രോ എന്നുള്ള വേർഡാണ് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത്, ഹിട്രോസ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന അല്ലോസ്, മറ്റൊരു എന്നുള്ളത് മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ അല്ലോ. അങ്ങനെ പറഞ്ഞാൽ മറ്റൊരു എന്ന് പറഞ്ഞാൽ വേറൊരുത്തനല്ല, ഒരേ ഇനത്തിൽപ്പെട്ട വേറൊന്ന്. അങ്ങനെയാണെങ്കിൽ എന്നെ ഇപ്പോൾ നിങ്ങൾ എങ്ങനെ കാണുന്നു അങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരുത്തൻ വരുന്നുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ ശുശ്രൂഷ മാറാൻ കാരണം പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയിൽ വെച്ച് ഒതുക്കുന്നത് ശത്രുവിൻ്റെ ഒരു പ്ലാനാണ്. പരിശുദ്ധാത്മാവിനെ ഒരു കുപ്പിയിൽ ഒരു എണ്ണയ്ക്കും ആമേ ഒരു 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 ആമേൻ ഏതെങ്കിലും ഒരു മഞ്ഞിനും അതിനോടൊക്കെ താരതമ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്തൊന്നും പരിശുദ്ധാത്മാവിനെ കുപ്പിയിലാക്കാൻ നോക്കല്ലേ. പരിശുദ്ധാത്മാവാണ് ഭൂമിയെ ഇന്ന് ഭരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പിതാവിൻ്റെ ഒരു സമയമുണ്ട്, പുത്രൻ്റെ ഒരു സമയമുണ്ട്. പിതാവിൻ്റെ സമയം കഴിഞ്ഞു, പിതാവ് പോയി. പുത്രൻ്റെ സമയമുണ്ട്, നിവൃത്തിയെ എന്ന് പറഞ്ഞു. പുത്രൻ പോയി. എപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഇനി ഇതോ മൂന്നാമതൊരുവൻ വരുന്നുണ്ട്, അവൻ ഭൂമിയിലേക്ക് ചാർജ് എടുക്കും, അതിന് ഞാൻ പോകണം. യേശു കർത്താവ് പോയതും പരിശുദ്ധാത്മാവ് ചാർജ് എടുത്തു. യേശു കർത്താവ് മരിച്ച 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് 40-ാമത്തെ ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത് 50-ാമത്തെ ദിവസമായിരിക്കുന്ന പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് 120 മേൽ അഗ്നിയായിട്ട് ഇറങ്ങുമ്പോൾ, അഗ്നി നാവുകളായിട്ട് ഇറങ്ങുമ്പോൾ ആമേൻ, അപ്പോൾ അവർക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് വരുന്നത് ആമേൻ ഇടിച്ചും ആമേൻ നിറച്ചും ആമേൻ മുഴക്കിയൊക്കെയാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. പക്ഷെ എന്തിനാണ് വരുന്നതെന്ന് പലർക്കും മനസ്സിലായില്ല. യേശു കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിന്നെ പഠിപ്പിക്കും. ഇന്ന് പകൽക്കാലം ആഴമേറിയ വെളിപ്പാടുകൾ യേശുവിൻ്റെ കാലത്ത് യേശു കർത്താവ് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാത്തവർക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു ദൈവദാസൻ സംസാരിക്കുമ്പോൾ ആമേൻ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഈ തിയോളജി എന്ന് പറയുന്നത് സത്യത്തിൽ തിയോളജി തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ദൈവത്തിൻ്റെ വചനം എഴുതിയത് ആത്മാവിലാണ്. ആമേൻ. ആദാമിൻ്റെ മേൽ ആമേൻ മൂക്കിൽ ദൈവം ശ്വാസം ഊതിയപ്പോൾ അത് ജീവനുള്ളതായി തീർന്ന അതേ സിസ്റ്റ ആമേൻ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ് ഇന്ന് നിന്റെ കയ്യിലിരിക്കുന്ന ലോഗോസ് എന്ന് പറയുന്നത്. ആമേൻ. ഈ ലോഗോസ് നിനക്ക് വായിച്ചാൽ മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിനക്കിത് മനസ്സിലാക്കി തരാൻ അതിൻ്റെ ആഴമേറിയ വെളിപ്പാടുകളുമായി പരിശുദ്ധാത്മാവ് നിന്റെ മുന്നിൽ വന്നിട്ട് ആമേൻ ഇതാണെന്ന് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കി തരുന്നു. ഈ യേശു കർത്താവ് പറഞ്ഞു, അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആമേൻ വെറുതെ നിനക്ക് ശക്തിയും അധികാരം തരികയല്ല. പരിശുദ്ധാത്മ വരുമ്പോൾ ആമേൻ നിന്റെ പാപത്തെക്കുറിച്ച് നിനക്ക് ബോധം വരുത്തും. ആമേൻ. യേശു കർത്താവിൻ്റെ പ്രസംഗത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ആമേൻ ഒരു മാനസാന്തരം ഉണ്ടായത് ബൈബിൾ എഴുതിയില്ല. ആമേൻ. രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആരും ചോദിച്ചില്ല. ആമേൻ. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആരും ചോദിച്ചില്ല. ആകെ രാത്രി 1-2 പേര് നിക്കോദോമസിനെ പോലെ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതും ധനവാൻ ചോദിച്ചാൽ 1-2 പേരുകളാണ് ആമേൻ വ്യക്തികളാണ് ചോദിച്ചിരിക്കുന്നത്, ഞാൻ നിത്യരാജ്യം പ്രാപിക്കാൻ എന്ത് ചെയ്യണം. പക്ഷേ ഒരു പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ 3000 പേരിലാണ് കുത്തുകൊണ്ടത്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സീസൺ എന്ന് പറയുന്നത്. ആമേൻ. 3000 പേര് ആമേൻ കുത്തുകൊണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മാനസാന്തരം വേണം. ഇന്ന് പകൽക്കാലം ആമേൻ യേശു കർത്താവ് പോയില്ല, യേശു കർത്താവ് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ആമേൻ നിനക്കൊരു ചേഞ്ചും വരത്തില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിനക്ക് നല്ലത്. കാരണം ഞാൻ പോയാൽ നിനക്ക് ചേഞ്ച് ഉണ്ടാകും. എൻ്റെ അത്ഭുതം കണ്ടിട്ട് അവർക്ക് ചേഞ്ച് ഇല്ല, അടയാളങ്ങൾ കണ്ടിട്ട് ചേഞ്ച് ഇല്ല. ആമേൻ. മരിച്ചവനെ ഉയർപ്പിച്ചിട്ട് അവർക്ക് ചേഞ്ച് ഇല്ല. വെള്ളത്തിലൂടെ ഞാൻ നടന്നിട്ട് ചേഞ്ച് ഇല്ല. വെള്ളത്തെ ഞാൻ നിയന്ത്രിച്ചപ്പോൾ ചേഞ്ച് ഇല്ല. വെള്ളത്തെ ഞാൻ വീഞ്ഞാക്കിയപ്പോൾ ചേഞ്ച് ഇല്ല. ആമേൻ. ചെവി തുറന്നപ്പോൾ ചേഞ്ച് ഇല്ല. ആമേൻ. കുരുട്ട് കൊണ്ട് തുറന്നപ്പോൾ ചേഞ്ച് ഇല്ല. ആമേൻ. ചേറുണ്ടാക്കി തൊട്ടപ്പോൾ ചേഞ്ച് ഇല്ല. ആമേൻ. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമ്പോൾ ചേഞ്ച് ഇല്ല. കേന്ദ്രദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ ചേഞ്ച് ഇല്ല. വരണ്ട രോഗിയുടെ കൈയിനെ സൗഖ്യമാക്കിയപ്പോൾ ചേഞ്ച് ഇല്ല. ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും 5000 പേരെ 5 അപ്പം കൊണ്ട് പോഷിപ്പിച്ചപ്പോൾ അവർക്ക് ചേഞ്ച് ഇല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നീതിയെക്കുറിച്ച് സംസാരിക്കും, ന്യായവിധിയെക്കുറിച്ച് സംസാരിക്കും, പാപത്തെക്കുറിച്ച് സംസാരിക്കും. ഇന്ന് ഞാൻ ആരാണെന്ന്, ഞാൻ റിയൽ ആണെന്ന് നിനക്കിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ്. ഇന്ന് യേശുവിൻ്റെ റിയാലിറ്റി, യേശു റിയൽ ആണെന്ന് മനസ്സിലായത് യേശു കർത്താവിൻ്റെ കൂടെ നടന്നവർക്കല്ല. യേശു കർത്താവ് റിയൽ ആണെന്ന് മനസ്സിലായത് യേശു കർത്താവിൽ നിന്ന് നേരിട്ട് കേട്ടവർക്കല്ല. യേശു കർത്താവ് റിയൽ എന്ന് മനസ്സിലായത് യേശു കർത്താവിൻ്റെ പഠിപ്പുലം കേട്ടവരല്ല. യേശു കർത്താവ് റിയൽ ആണെന്ന് മനസ്സിലായവർ യേശു കർത്താവ് പോയതിനു ശേഷം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് ആ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞു, ആമേൻ, ആരാണ് യേശു? ഇന്ന് ആ ഒരു വെളിപ്പാടിലാണ് ഇന്ന് നിൽക്കുന്നത്. അങ്ങനെ യേശു കർത്താവിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയവന് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ട ആരാധനയ്ക്ക് കടന്നു വരുവാൻ, ഒരു ഇൻവിറ്റേഷൻ വരണ്ട ആരാധനയ്ക്ക് കടന്നു വരുവാൻ. ആമേൻ. കഴിഞ്ഞ ദിവസം റേമ പറയുന്നത് കേട്ടു. ആമേൻ. കാനഡയിൽ എല്ലാ ആഴ്ചയും എല്ലാവരും പോകാറില്ല, പല സഭകളിലും. ആമേൻ. 2-ാമത്തെ ആഴ്ച ചോദിച്ചപ്പോൾ ചെന്നപ്പോൾ പറഞ്ഞു, എന്തിനാ വന്നത്? എല്ലാ ആഴ്ചയും ഇവിടെയുള്ള ആൾക്കാർ വരത്തില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ യേശുവിനെ കേട്ടവരല്ല, ഞങ്ങൾ യേശുവിനെ കൂടെ നടന്നവരല്ല, ഞങ്ങൾ യേശുവിൽ നിന്ന്
ആമേ ഒന്നും വാങ്ങിച്ചവരല്ല, പക്ഷെ ഞങ്ങൾ വിശ്വാസത്താൽ ഒന്ന് കാണുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞു, ഇവനാണ് നിന്റെ രക്ഷകൻ. ആമേൻ, ആമേൻ, ആമേൻ. ആ ഒരൊറ്റ സത്യം കേട്ടപ്പോൾ അപ്പനെ ഞങ്ങൾ വിട്ടു, അമ്മയെ ഞങ്ങൾ ഉപേക്ഷിച്ചു. സഹോദരന്മാരും സഹോദരിമാരും ആമേൻ ഞങ്ങൾ വിഴുങ്ങാൻ നിന്നവരുടെ മധ്യത്തിൽ ആമേൻ ഞങ്ങൾ അവിടെ ഉറക്കെ വിളിച്ച് പറഞ്ഞു, യേശുവാണ് ഞങ്ങളുടെ രക്ഷകരെന്ന്. ഞങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആമീൻ. അവർക്ക് സംശയം, എന്ത് കിട്ടിയിട്ടാണ് നീ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത്? ആമീൻ. ഞങ്ങൾക്ക് നേട്ടമല്ല വന്നത്, ഞങ്ങൾക്ക് നഷ്ടം വന്നു. ആമേൻ. സ്ഥലം പോയി, ആമേൻ. ഭവനം പോയി, രക്തബന്ധങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളായി. ആമേൻ. ഞങ്ങളുടെ മിത്രങ്ങൾ ഞങ്ങൾക്ക് ശത്രുക്കളായി. ആമേൻ. സകലരും കൈവിട്ടു. അന്നും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. കാണാത്ത ഒരു യേശുവിനെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ചു. ഹല്ലേലൂയ. കാണാത്ത യേശുവിനെ ഞങ്ങൾ അംഗീകരിച്ചു. ആമേൻ. ഇത് സൈന്യത്താൽ നടക്കത്തില്ല, ശക്തിയാൽ നടക്കത്തില്ല, പരിശുദ്ധാത്മാവിനാൽ നടക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ. സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ. കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് കമോൺ. ഇന്ന് യേശു കർത്താവ് നിനക്ക് റിയലാ. ആമേ. അതുകൊണ്ട് നിനക്ക് ഒരു ആരാധന മുടക്കാൻ കഴിയത്തില്ല. എത്ര ദൂരമുണ്ടെങ്കിലും മാവല സ്ട്രൈറ്റ് കാക്കനാട് കൊണ്ടുപോയി വെച്ചാലും കളമശ്ശേരി കൊണ്ടുപോയി വെച്ചാലും ആമേൻ ഏതെങ്കിലും ഓണംകേറ മൂല കൊണ്ടുപോയി വെച്ചാലും നീ അന്വേഷിച്ച് വരും. കാരണം നിനക്ക് ആമേ 2 മണിയായാൽ വീട്ടിൽ ഇരിക്കാൻ കഴിയത്തില്ല. ആമേ. അത് സമ്പ്രദായം കൊണ്ടല്ല, ആചാരം കൊണ്ടല്ല, ആമേൻ അനുഭവം കൊണ്ടല്ല, അറിവ് ദർശനം കൊണ്ടാണ്. അതുകൊണ്ട് നീ അടക്കിയിരിക്കത്തില്ല. അവനെവിടെ ഉണ്ടെങ്കിലും നീ ഓടിയെത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ആമേൻ, ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ദൈവമുണ്ടായിട്ട് അഗ്നി തൂണും മേഘസ്തംഭം കണ്ടിട്ട് അവർക്ക് മനസ്സിലായില്ലേ ദൈവത്തെ? ആമേൻ. കൽപ്പനകളുമായിട്ട് മോശ ഇറങ്ങി വരുമ്പോൾ അവർ ദൈവത്തിന്റെ ശബ്ദം കേട്ടവരാ. എന്നിട്ട് അവർ പറഞ്ഞു, നമുക്ക് മടങ്ങിപ്പോകാം. ആ ഒരു കാലഘട്ടം പോലെയായിരുന്നു യേശുവിന്റെ കാലഘട്ടവും. ആമീൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് കേട്ടിട്ടും ആമീൻ യേശുവിനെ മനസ്സിലാകാത്തവർക്ക് ഇന്ന് ദൈവം ദർശനത്തോടെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികൾക്കും വെളിപ്പെടുത്തി കൊടുത്തു, ആരാണ് ഞാൻ. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്തവരല്ല ഞങ്ങൾ. പ്രതികൂലത്തിലൂടെ ഞങ്ങൾ പോകുമ്പോഴും ഞങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഞങ്ങൾ വിളിച്ചവൻ, ഹല്ലേലൂയ, ഞങ്ങൾ അറിഞ്ഞവൻ, ആമേൻ, ആരെന്ന് ഞങ്ങൾ അറിയുന്നു. ഒരു കാലത്ത് മറിയയുടെ ഉദരത്തിൽ യേശു കർത്താവ് വളരുന്ന സമയത്ത് മറിയ ഒരു സങ്കീർത്തനം പാടിയതുപോലെ ഒരു കാര്യം പാടി, ആമേ, എൻ്റെ രക്ഷകൻ എൻ്റെ അകത്ത് വളരുന്നുണ്ടെന്ന്. ആമേൻ. അപ്പൊ അതിന്റെ അർത്ഥം മറിയയ്ക്ക് അറിയാമായിരുന്നു ആരെയാണ് ചുമക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ അറിയുന്നു, ഞാൻ ആരെയാണ് ചുമക്കുന്നത്. എൻ്റെ അകത്തും പുറത്തും പരിശുദ്ധാത്മാവ്. ആരെയാണ് ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് ഞാൻ അറിയുന്നു. അകത്ത് പരിശുദ്ധാത്മാവ് ഉറപ്പുള്ളവർ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വിശ്വസിക്കാതെ, കേൾക്കാത്തവർ കേട്ടവർ വിശ്വസിച്ചില്ല, കണ്ടവർ വിശ്വസിച്ചില്ല, ഒപ്പം നടന്നവർ വിശ്വസിച്ചില്ല. യേശു കർത്താവിന് അത്ഭുതങ്ങൾ നേരിട്ട് അനുഭവിച്ചവർ യേശു കർത്താവിനെ ക്രൂശിക്കാൻ പറയുമ്പോൾ ആമേൻ, കാണാത്ത ഞാനും നിങ്ങളും. ആമേൻ. യേശു കർത്താവ് പറഞ്ഞു, ഒരു കാലം വരുന്നുണ്ട്, അവർ അപ്പനെ വിടും, അമ്മയെ വിടും, ചേട്ടനെ വിടും, ചേച്ചിയെ വിടും, സകലം വിടും, നിലങ്ങൾ വിടും. പക്ഷേ അവർ എൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ ഭൂമിയിൽ വെച്ച് ആമേൻ അവർക്കതിൻ്റെ 100 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കും. ഇന്ന് പകൽക്കാലം കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കണ്ടിട്ട് വിശ്വസിക്കാതിരുന്നപ്പോൾ കാണാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടായി. അവർ ആമേൻ ബ്ലെസ്ഡ് ആണെന്ന് ദൈവം പറയാനുള്ളൊരു കാരണം, ഇന്ന് നീ വിശ്വസിക്കാനുള്ള കാരണം നിന്റെ മിടുക്കല്ല, പരിശുദ്ധാത്മാവ് നിനക്ക് കൺവിൻസ് ചെയ്തു ആരാണ് യേശു കർത്താവ്. അതുകൊണ്ട് I believe Christ in me rather than Jesus is with me. ആമേൻ. ദൈവം എൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ദൈവം എൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നിലുള്ളവൻ ലോകത്തുള്ളവൻ വലിയവനായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നീ ലോകത്ത് മുഴുവനും വിളിച്ചു പറയുന്ന ഒരു കാര്യം, ആമേൻ, പലരും നിന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ആമേൻ. നീ യേശു കർത്താവിൻ്റെ കൂടെ നടന്നിട്ടുണ്ടോ? നീ യേശു കർത്താവ് ചെയ്യുന്നത് എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. പിന്നെ നിനക്ക് എന്താണ് ഉറപ്പ്? പരിശുദ്ധാത്മാവ് എനിക്ക് കൺവിൻസ് ചെയ്തു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പകൽക്കാലം വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഉള്ള സഭയിലെ നിനക്ക് ദർശനമുണ്ടാകും. നീ പോകുന്ന സമയത്തും നിന്റെ സ്ഥലത്തും ദർശനമുണ്ടാകണം. ദർശനമുണ്ടാകണമെങ്കിൽ നീ പോകുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം.
നീ പോകുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നീ പോകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. നീ പോകുന്ന സഭയിൽ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കണം. ആമേൻ. പോളിയഗീച്ചോ എന്നുള്ള ദൈവദാസൻ ചെയ്യുന്നത് പോലെ ആമേൻ രണ്ട് ചെയർ സ്റ്റേജിൽ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് ഞാൻ, ഒന്നെൻ്റെ സീനിയർ പാർട്ട്ണറാ. അതാരാ? പരിശുദ്ധാത്മാവ്. ആമേൻ. പിന്നെ രാവിലെ എഴുന്നേറ്റാൽ ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾ കാണുന്ന പോലെ ഒരു ശക്തിയല്ല കാണുന്നത്, ഞാൻ കാണുന്നത് ഒരു വ്യക്തിയെയാണ്. അതുകൊണ്ട് ഇന്ന് ദൈവം ഉപയോഗിക്കുന്നവരും ആമേൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. അതിന്റെ കാരണം പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തിയായി കണ്ടവരല്ല, അവർ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യക്തിയായി ഐഡന്റിഫൈ ചെയ്തവരാ.